4ാം ക്ലാസ്സുകാരനായ മകനെയും 26 നായ്ക്കളെയും വാടക വീട്ടിലാക്കി യുവാവ് നാട് വിട്ടെന്ന വാർത്ത വരുന്നു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന സുധീഷാണ് നാട് വിട്ടത്. ദുർഗന്ധം അസഹ്യമായതോടെ പരിസരവാസികൾ നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നു. സുധീഷിന്റെ വിദേശത്തുള്ള ഭാര്യ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മകനെ ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയച്ചു. സുധീഷിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തൃപ്പൂണിത്തുറയിലാണ് വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 26 വളർത്തു നായ്ക്കളെയും 4ാം ക്ലാസ്സുകാരനായ സ്വന്തം മകനെയും എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഉപേക്ഷിച്ച് ഒരു യുവാവ് കടന്നു കളഞ്ഞു. ഈ യുവാവ് ഈ വീട്ടിലേക്ക് ഇത്രയും കൂട്ടമായി നായ്ക്കളെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ദുർഗന്ധം മൂലമൊക്കെ പരിസരവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും പരിസരവാസികൾ പരാതി കൊടുക്കുകയും ഇയാൾക്കെതിരെ നടപടിക്കുള്ള ഒരു സാധ്യതയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തു തന്നെയായാലും ഈ നടപടി വരുമെന്ന് പേടിച്ചാണോ മറ്റെന്ത് കാരണം കൊണ്ടാണോ സ്വന്തം കുട്ടിയെ ഉൾപ്പെടെ ഈ നായ്ക്കൾക്ക് ഒപ്പം ഉപേക്ഷിച്ചാണ് ഈ യുവാവ് കടന്നു കളഞ്ഞത്. ഇയാൾ എവിടെയാണെന്ന് ഇപ്പോഴും ഒരു ധാരണയില്ല. ഈ പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവം? കേൾക്കുമ്പോൾ തന്നെ വിചിത്രമാണ്. ഇത് കൊല്ലം സ്വദേശിയായ സുധീഷ് എന്ന് പറയുന്ന ആളാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അദ്ദേഹം 25ലധികം നായ്ക്കളെ ഇവിടെ വളർത്തുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ സ്മെല്ലും എല്ലാം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആദ്യത്തെ നടപടി എന്നുള്ള രീതിയിലൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം തൊട്ടാണ് ഇദ്ദേഹത്തെ മിസ്സിംഗ് ആണ്. കുട്ടി മാത്രം അകത്തുണ്ട്, പുറമെ ഈ ഡോഗുകളും ഉണ്ട്. എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും പോലീസ് വന്ന് കുട്ടിയെ കൊണ്ട് പോകുമായിരുന്നു ചെയ്തത്. പിന്നെ അതുവരെ അദ്ദേഹത്തെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. പിന്നെ ഇപ്പോൾ ഈ പ്രവർത്തകർ വന്നിട്ട് നായ്ക്കളെ കൊണ്ടുപോയി. ഇയാൾക്ക് ഈ പരിസരവാസികളുമായി ബന്ധമുണ്ടായിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സാധാരണ പോലെ? ആൾക്കാർ തൊട്ട് അടുത്തുള്ളവർക്കായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ പുള്ളി കൂടുതൽ സമയവും ഈ ഡോഗുമായിട്ട് ഷോയ്ക്ക് പോകും, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഈ നായ്ക്കളുടെ കുര കേട്ടാണോ നിങ്ങൾ ഈ പോലീസിനെ ഇൻഫോം ചെയ്തതൊക്കെ? എന്തായിരുന്നു സാഹചര്യം? കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പോലീസ് 2 വണ്ടി പോലീസ് വെളുപ്പിന് 5:30 ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ കുട്ടി ഒറ്റക്കാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിട്ടുണ്ടായി. സാധാരണ കുട്ടീനെ കൊണ്ടാണ് സുധീഷ് പോകാറെന്ന് തോന്നുന്നത്. എനിക്കറിയാം, ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു. പോലീസ് ഇവിടെ വന്നു. പോലീസ് വന്ന് കുട്ടീനെ കൊണ്ടുപോകണം, ഒറ്റയ്ക്കായതുകൊണ്ട് പാരൻസിനെ ഏൽപ്പിക്കാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ പോലീസ് വന്ന് കൊണ്ടുപോയി. അത്രയും നമ്മളോട് പറഞ്ഞോളൂ പോലീസ്. എന്തായാലും ഈ വിചിത്ര വാർത്തയ്ക്ക് പിന്നിലെ സുധീഷിനെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾ എവിടെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഈ സംസാരിച്ചത് ഇവിടുത്തെ അസോസിയേഷൻ ഭാരവാഹിയും അതുപോലെ പരിസരവാസിയും ഒക്കെയാണ്. ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ ഇവർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധീഷിന് നോട്ടീസ് നൽകുന്നത്. എന്തായാലും സുധീഷിൻ്റെ മകൻ 4ാം ക്ലാസ്സുകാരൻ ഇപ്പോൾ അവരുടെ കുടുംബത്തിനൊപ്പം, അതായത് അമ്മയുടെ കുടുംബത്തിനൊപ്പം പോയിട്ടുണ്ട്. പോലീസ് എത്തിയാണ് അവരെ കുടുംബത്തിനൊപ്പം ഈ കുട്ടിയെ പറഞ്ഞയക്കുകയും ചെയ്തത്. എന്തായാലും വളരെ വിചിത്രമാണ്. 4ാം ക്ലാസ്സുകാരനായ മകനെ 26 നായ്ക്കൾക്കൊപ്പം എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഉപേക്ഷിച്ചാണ് സുധീഷ് എന്ന് പറയുന്ന യുവാവ് കടന്നു കളഞ്ഞത്. സുധീഷ് എവിടെയാണെങ്കിലും വല്ലാത്തൊരു പോക്കായി പോയി എന്നതല്ലാതെ ഇതിനപ്പുറം ഒന്നും പറയാൻ കഴിയില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.